അപ്പോൾ അതേ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ കാട്ടുതാങ്കൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ കൊറട്ടൂരിലേക്ക് ലോഡ് കയറ്റിയിട്ടുണ്ട്. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അധികം ലോഡൊന്നും ഇല്ല, ഒരു 2 ബോക്സ് മാത്രമേ കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കൊറട്ടൂരിലേക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് 13 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ മുഖപ്പേര് എത്താറായി. മുഖപ്പേര് ഇനി ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്ററും കൂടി. അപ്പോൾ മുഖപ്പേര് ഏതാണ്ട് ഇറക്കേണ്ട ആ ഭാഗത്തേക്ക് എത്തി ഗായ്സ്. ആ ചേട്ടൻ നോക്കി പോകുന്നുണ്ട്. അപ്പോൾ ആ ലോഡ് ഇറക്കി നമ്മളിപ്പോൾ രണ്ടാമത്തെ ലോഡ് കയറ്റാനായിട്ട് പോവാണ്. കൊറട്ടൂരിൽ നിന്ന് നമുക്ക് പോകേണ്ടത് ശ്രീപെരുമ്പത്തൂരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ലോഡ് എന്താണെന്ന് അറിയില്ല, ഇനിയിപ്പോൾ അവിടെ ചെന്നൈയിൽ നമുക്ക് അറിയുള്ളൂ ലോഡ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ലോഡ് കയറ്റിയിട്ട് അപ്പോൾ നമ്മൾ ബില്ല് മേടിക്കാനായിട്ട് ഓഫീസിൻ്റെ മുകളിലേക്ക് പോകാൻ. ബില്ലില്ലാണ്ട് ഒരിക്കലും ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ലോഡൊക്കെ കയറ്റി. ലോഡെന്ന് പറഞ്ഞാൽ വലിയ ഇതില്ല, ഒരു 2 മോട്ടർ മാത്രമേ ഉള്ളൂ. സിംഗിൾ പേസിൻ്റെ മോട്ടറാണ്. അത് 2 എണ്ണം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 29 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ 3 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ ബൈപ്പാസിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് കുറച്ച് ഒരു 16 കിലോമീറ്ററും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നസ്രത്ത് പേട്ടയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരുമഴിസൈ എത്താറായി. അപ്പോൾ സർവീസ് റോഡിൽ കയറി കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ സിഗ്നലിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് സർവീസ് റോഡ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കയറ്റി പോയി കൊണ്ടിരിക്കുന്നു. നമ്മളിതേ ഇപ്പോൾ ക്വീൻസ്ലാൻഡ് ഒക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇനി ലൊക്കേഷനിലേക്ക് കുറച്ച് ദൂരം കൂടി. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ബൈപ്പാസിൽ നിന്ന് ഇറങ്ങി സർവീസ് റോഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ലെഫ്റ്റ് എടുത്ത് പോകാനുണ്ട്. അപ്പോൾ ലെഫ്റ്റ് എടുത്ത് നമുക്ക് ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു 3.5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാണ്ട്. 3.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബൈപ്പാസിൽ നമ്മൾ ചെന്ന് കയറും. ഇപ്പോൾ റോഡൊക്കെ മോശമാണ്. ഇത് വില്ലേജിൻ്റെ ഉള്ളിലായതുകൊണ്ട് കുറച്ച് റോഡൊക്കെ മോശമാണ് നമുക്ക്. അപ്പോൾ നമ്മളിതേ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്കിവിടെ ഒരു വലിയൊരു മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്. അപ്പോൾ രാജലക്ഷ്മി മെഡിക്കൽ കോളേജ് എന്തൊക്കെയാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നുണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ചെറിയൊരു മഴക്കാരുണ്ട്, അന്നായിട്ട് മഴയില്ല, അതുപോലത്തെ ഒരു കാലാവസ്ഥയാണ്. റോഡൊക്കെ ഭയങ്കര മോശമാണ്. റോഡിൻ്റെ താഴെ ഇറങ്ങാൻ പറ്റില്ല, നല്ല ചെളിയാണ്. നമ്മുടെ വണ്ടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ ബോർഡ്, രാജലക്ഷ്മി കോളേജിൻ്റെ. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കോളേജ്. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റേ ബൈപ്പാസിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആകെ ഒരു 5.5 കിലോമീറ്ററും കൂടിയുള്ള നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത്. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയാസാണ് കേട്ടോ. നല്ല ഇതൊക്കെ കുണ്ടത്തൂർ ശ്രീപെരുമ്പത്തൂർ ബൈപ്പാസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് നമ്മൾ വീണ്ടും ബൈപ്പാസിന് ഉള്ളിൽ കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആകെ ഒരു 1.5 കിലോമീറ്ററുള്ള നമുക്ക് ഇറക്കാൻ. അപ്പോൾ ഗായ്സ് നമ്മൾ ആ ലോഡൊക്കെ ഇറക്കി. നമ്മൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് വള്ളം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. വെള്ളമല്ല, വള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉറകടത്തിൻ്റെ അടുത്തൊക്കെയാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മളിതേ ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പനിയിൽ നിന്നാണ് ലോഡ് കയറ്റിയത്. ഒരു GA ഷീറ്റ് മാത്രമേ കയറ്റിയിട്ടുള്ളൂ, 3 അടിയുടെ. അപ്പോൾ ആ ഷീറ്റും കൊണ്ട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഉറകടത്തേക്കാണ് നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ അവിടെ പോകണം. ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ. ഒരു ഷീറ്റ് மட்டும் ஏத்திருக்காங்க. இந்த ஒரு ஷீட்டுக்கு போட்டு புக் பண்ணாங்களா? இல்லங்க. ஒரு காப்பி தான் உங்களுக்கு. 2 காப்பி தான் உங்களுக்கு. 2 காப்பி எனக்கு. 1 காப்பி. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ കാണിച്ചു. സെക്യൂരിറ്റി നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്ത് തരികയാണ്. ബില്ല് കൊടുത്ത ഒരു കോപ്പി ഇവിടെ സെക്യൂരിറ്റിയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ഔട്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഔട്ടായിരിക്കുന്നു. ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററും കൂടിയുണ്ട് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക്. ഇത് വെള്ളം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയാസാണ്. ഇവിടെ ഒരുപാട് മാനുഫാക്ചറിങ് ഉണ്ട്. ഒരുപാട് മറ്റേ ഹുണ്ടായുടെ, യമഗയുടെ, റോയൽ എൻഫീൽഡിൻ്റെ അങ്ങനെ കുറേ കമ്പനികൾ ഇവിടെ ഉണ്ട്. മാനുഫാക്ചറിങ് കമ്പനിയാണ് എടുത്തത് ഇവിടുന്ന്. ഇപ്പോൾ ഇവിടുന്ന് ആ റൈറ്റ് എടുത്ത് നമുക്ക് ഉറകടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബൈപ്പാസ് കയറണം. അങ്ങനെ ബൈപ്പാസ് കയറി
ഈ ചേട്ടനെ കുറേ നേരം ഈ ചേട്ടൻ്റെ പിന്നിൽ ഈ ചേട്ടൻ അരിച്ചരിച്ചാണ് പോണത്. ഞാൻ ചേട്ടനെ ഓവർടേക്ക് ചെയ്ത് പോയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ചേട്ടനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഉറവിടം ലക്ഷ്യമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ആകെ ഇനി 2 കിലോമീറ്ററുള്ളൂ. വീണ്ടും നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് കയറി ബൈപ്പാസ് ചെയ്യുന്നു. അപ്പോൾ ഇറക്കേണ്ട സ്ഥലത്ത് നമുക്ക് പോയി ഇറക്കി. ഗായ്സ് നമ്മൾ ഇറക്കിയൊക്കെ കഴിഞ്ഞു. ചില കമ്പനിയുടെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കമ്പനിയിൽ അൺലോഡിങ്ങും ലോഡിങ്ങും ഒന്നും അധികം കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഉറകടത്തിൽ നിന്ന് വള്ളത്തിലേക്ക് പോവാണ്. അവിടെയാണ് അടുത്ത ലോഡ് കയറ്റമുള്ളത്. അടുത്ത ലോഡ് കയറ്റി അപ്പോൾ ഗായ്സ് നമ്മൾ അടുത്ത ലോഡൊക്കെ കയറ്റി ബില്ലൊക്കെ മേടിച്ച് നമ്മൾ ഇവിടെ നിന്ന് ശ്രീപെരുമ്പത്തൂർ കാക്കലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 38 കിലോമീറ്റർ ഉണ്ട് കാക്കലൂരിലേക്ക്. അപ്പോൾ 1.5 കിലോമീറ്റർ ഉണ്ട്, 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി ഇങ്ങനെ നമുക്ക് ബൈപ്പാസിന് കയറണം. ബൈപ്പാസിൽ കയറിയിട്ട് വേണം നമുക്കിനി പോവാൻ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ടൈം നോക്കി കഴിഞ്ഞാൽ 5:30 മൽഹോത്ര കേബിൾസ്, ഇതൊക്കെ മാനുഫാക്ചറിങ് ആണ് കേബിളിൻ്റെ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സമയം ഏതാണ്ട് 4:40 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഒരു 38 കിലോമീറ്റർ ഒരേ സ്ട്രെച്ചിൽ തന്നെ പോകണം. അപ്പോൾ നമ്മളിത് വീണ്ടും ബൈപ്പാസിൽ വന്ന് കയറിയിട്ടുണ്ട്. ശ്രീപെരുമ്പത്തൂർ ബൈപ്പാസിൽ നമ്മൾ കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നേ പോയിട്ട് നമുക്കൊരു ലെഫ്റ്റ് എടുത്ത് ഉള്ളിൽ പോകണം. അപ്പോൾ ചായയൊക്കെ കുടിക്കേണ്ട ടൈമായി. പക്ഷേ ചായ കുടിക്കാനായിട്ട് ഇപ്പോൾ നിർത്താൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ സ്ട്രെച്ചിൽ പോകണം. എന്താണെന്ന് വെച്ചാൽ കമ്പനിയിലത്തെ GPS നമ്മുടെ വണ്ടിയിലുണ്ട്. അപ്പോൾ അവർ നോക്കും. ഇത് ലോഡ് ഇറക്കുമ്പോൾ നമുക്ക് ഈ GPS അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒരു ഡീസൽ അടിക്കണം ഗൈസ്. ഡീസൽ കഴിയാറായി, ഡീസൽ അടിക്കണം. അപ്പോൾ ഡീസലൊക്കെ അടിച്ച് ഇനി നമുക്ക് നീങ്ങാം. അവിടെ എത്താനുള്ള ഡീസലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല റഷുള്ള റോഡാണ് ഇത്. ബാംഗ്ലൂർ ചെന്നൈ ബൈപ്പാസാണിത്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സർവീസ് റോഡ് ബൈപ്പാസിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ വഴി കൂടെ തന്നെ നമ്മളൊരു 6.5 കിലോമീറ്റർ പോകണം. അപ്പം നെല്ലി എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിരിക്കുന്നു ഗായ്സ്. നെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇനി നമ്മൾ മണ്ണൂർ ലക്ഷ്യമാക്കി. അപ്പോൾ നമ്മൾ മണ്ണൂർ എത്തി. ഇനി അറ്റത്തിൽ നിന്ന് നമുക്കൊന്ന് റൈറ്റ് എടുത്ത് പോകാനുണ്ട്. റൈറ്റ് എടുത്ത് ഒരു 2 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ റൈറ്റ് എടുത്ത് ഇനി ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുക്കേണ്ട സമയമായിരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇതും ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, സിഡ്കോ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി ഗായ്സ്. ലോഡൊക്കെ ഇറക്കി നമ്മൾ വീടിനെ ലക്ഷ്യമാക്കി കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു 42 കിലോമീറ്റർ നമുക്ക് വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ പോകാം. നല്ല ട്രാഫിക് ടൈമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതാണ്ട് ഒരു 40-42 വീട് എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീടൊക്കെ എത്തി ഗായ്സ്. നമ്മൾ വീടൊക്കെ എത്തി. വീടിൻ്റെ അവിടെ ഇപ്പോൾ സമയം 9:45. നല്ല ട്രാഫിക് ആയിരുന്നു വരുന്ന വഴി. അപ്പോൾ എല്ലാവർക്കും മിനി ട്രക്ക് ലൈഫ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.